ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ മീനൊക്കെ കഴുകി കട്ട് ചെയ്ത് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് കാര്യം കുറച്ച് എളുപ്പമായി. അങ്ങനെ മീൻ ഐസ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ തോരൻ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് പുറത്ത് വെച്ചു. അത്രയും തേങ്ങ പോരല്ലോ, കുറച്ചുകൂടെ തേങ്ങ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വേറൊരു തേങ്ങയും കൂടെ എടുത്ത് പൊട്ടിച്ചു. തലങ്ങും വിലങ്ങും കുറേ നേരം അടിച്ചതിന് ശേഷം ഒരുവിധം അത് പൊട്ടി. പിന്നെ തേങ്ങയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും ആരും നോക്കണ്ട, ഇങ്ങനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. അങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ മാത്രം എടുത്ത് ചിരവി വെച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഒരു കാര്യം ഗൈസ്, ഇത് ഞാൻ 17-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ അങ്ങനെ നേരെ പോയി ഫ്രിഡ്ജ് തുറന്ന് മീനിലിടാൻ ആവശ്യമായ തക്കാളി, കറിവേപ്പില, പച്ചമുളക് എടുത്തു. പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങളിൽ പലരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അങ്ങനെ പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആവശ്യമായ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പല പല ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ചേർത്ത് അരച്ചെടുത്തു. അങ്ങനെ ആദ്യം ഒന്ന് അരച്ചപ്പോൾ അതിൽ വെള്ളം കുറഞ്ഞു പോയി. അങ്ങനെ ഞാൻ വീണ്ടും വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് നന്നായി അരച്ചെടുത്തു. അങ്ങനെ നേരെ പോയി ഒരു മീൻ ചട്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് കലക്കിയ വെള്ളവും എല്ലാം മീൻ ചട്ടിയിൽ വീഴ്ത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും എല്ലാം ഇതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ, ആ പുളിയും കൂടെ എടുത്ത് അത് നന്നായി പുഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ വീഴ്ത്തി കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മീനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി എല്ലായിടും ഉപ്പൊക്കെ പിടിക്കാൻ കണക്കിന് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഈ മീൻ കറി ഗ്യാസിലോട്ട് വെച്ചു. അങ്ങനെ ഞാനത് നന്നായി അടച്ച് വേവാൻ വേണ്ടി വച്ചു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്ന് നോക്കി, ആവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ മീൻ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്.
പിന്നെ എനിക്ക് ഈ കടുക് കറിവേപ്പിലയൊക്കെ താളിച്ച മീൻ കറി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ താളിച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്തു. അങ്ങനെ ആ കടുകും കൂടെ താളിച്ച് ചേർത്തതിന് ശേഷം നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ബൈ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.